നമസ്കാരം, ന്യൂസ് ഫ്രണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. സൗദിയിൽ ജവാസാത്ത് നൽകുന്ന റീ എൻട്രി വിസ സെപ്റ്റംബർ 7 മുതൽ ഇലക്ട്രോണിക് രീതിയിൽ. പേപ്പർ റീ എൻട്രി വിസ പൂർണ്ണമായും നിർത്തലാക്കും. പദ്ധതിക്ക് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി. വേതന സംരക്ഷണ നിയമം വൻകിട കമ്പനികൾ ഉടൻ നടപ്പാക്കി തുടങ്ങുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം. സെപ്റ്റംബർ 1 മുതൽ പരിശോധന ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ്. ഹജ്ജ് കോട്ട കുറച്ച തീരുമാനം വിദേശ ടൂറിസം സ്ഥാപനങ്ങൾക്കും ബാധകമെന്ന് ഹജ്ജ് മന്ത്രാലയം. ആഡംബര ഹജ്ജ് സംഘങ്ങളെ വിമർശിച്ച് കുവൈറ്റ് ഇസ്ലാമിക് കോളേജ് മുൻ ഡീൻ മുഹമ്മദ് അൽ തബ്തബായി. മത്സരം ഏറെയുള്ള വ്യവസായമായി ഹജ്ജ് തീർത്ഥാടനം മാറിയെന്നും ആഡംബരത്തിന് പിറകെ പോകുന്നവർ ഹജ്ജിന്റെ വിശുദ്ധി നശിപ്പിക്കുകയാണെന്നും വിമർശം. ഇസ്രയേൽ പോലീസിന്റെ ആക്രമണത്തിൽ 3 ഫലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ വ്യാപക പ്രതിഷേധം. ഗസയിൽ $1 മില്യൺ സേവന പദ്ധതികളുമായി ഖത്തർ റെഡ് ക്രസന്റ്. സിറിയക്കെതിരെ അമേരിക്കയുടെയും സഖ്യശക്തികളുടെയും നീക്കം ശക്തമാവുന്നു. രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും സിറിയക്കെതിരായ പ്രമേയം വീറ്റോ ചെയ്താലും മറികടക്കുമെന്ന് ഫ്രാൻസ്. സിറിയയിലെ രാസായുധ പരിശോധനാ സംഘത്തിനു നേരെ അജ്ഞാത സംഘത്തിന്റെ വെടിവയ്പ്. സിറിയക്കെതിരെ അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയും നീക്കം. അമേരിക്കയും ബ്രിട്ടനും ഉടൻ സിറിയയിൽ സായുധാക്രമണം നടത്തുമെന്ന് ബ്രിട്ടീഷ് പത്രങ്ങൾ. സിറിയയ്ക്ക് വേണ്ടി റഷ്യയും ചൈനയും നടത്തുന്ന ശ്രമങ്ങൾ പ്രയോജനം ചെയ്യില്ലെന്ന് ഫ്രാൻസ് അഭിപ്രായപ്പെട്ടു. അതേസമയം സിറിയയിൽ രാസായുധം പ്രയോഗിച്ച സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കെത്തിയ UN സംഘത്തിനു നേരെ അജ്ഞാതർ വെടിവെച്ചു. അമേരിക്കയുടെ നേതൃത്വത്തിൽ സിറിയയ്ക്കെതിരായ സൈനിക നീക്കം ശക്തമാക്കുന്നുവെന്ന് ബ്രിട്ടീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുടെ ക്രൂയിസ് മിസൈലുകൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ സിറിയയിൽ പതിക്കുമെന്ന് ബ്രിട്ടീഷ് പത്രമായ ഡെയിലി മിറർ പറയുന്നു. ഡെയിലി മെയിലും സമാനമായ റിപ്പോർട്ടുകളാണ് നൽകിയത്. അമേരിക്ക സിറിയയ്ക്കെതിരെ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് ബ്രിട്ടീഷ് പത്രങ്ങളിൽ ഇത് ശരിവെക്കുന്ന തരത്തിൽ വാർത്തകൾ വന്നത്. സിറിയയ്ക്കെതിരായ സൈനിക നടപടിയിൽ UN രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും എതിർത്താലും അതിനെ മറികടക്കാനാവുമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ലോറൻ ഫാബിയസ് പറഞ്ഞു. അതിനിടെ സിറിയയിൽ രാസായുധം പ്രയോഗിച്ച സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കെത്തിയ UN പരിശോധനാ സംഘത്തിനു നേരെ വെടിവെപ്പ്. ആരാണ് വെടിവെച്ചതെന്ന് വ്യക്തമായിട്ടില്ലെന്ന് UN ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാസായുധം പ്രയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിൽ UN സംഘം പരിശോധന തുടരുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും 20ഓളം രാജ്യങ്ങളിലെ നേതാക്കളുമായി അമേരിക്കയുടെ ഉന്നത സൈനികോദ്യോഗസ്ഥൻ ജനറൽ മാർട്ടിൻ ഡെംസെ നടത്തുന്ന ചർച്ച തുടരുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, തുർക്കി, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സൗദിയിൽ വിദേശികൾക്ക് ആശ്വാസമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. സെപ്റ്റംബർ 7 മുതൽ നാട്ടിൽ പോകുമ്പോൾ എക്സിറ്റ് റീ എൻട്രി പ്രിന്റ് പേപ്പർ കൈവശം വെക്കേണ്ടതില്ലെന്നാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. അവധിക്കാലം ചെലവഴിക്കാനും മറ്റുമായി നാട്ടിലേക്ക് പോകുന്ന വിദേശികൾ എക്സിറ്റ് റീ എൻട്രി വിസയുടെ പ്രിന്റ് കൂടെ കരുതണമെന്ന നിയമം സൗദി ആഭ്യന്തര മന്ത്രാലയം എടുത്തുകളയുന്നു. സെപ്റ്റംബർ 7 മുതൽ നാട്ടിലേക്ക് പോകുന്നവർ എക്സിറ്റ് റീ എൻട്രി പ്രിന്റ് പേപ്പർ കൈവശം വെക്കേണ്ടതില്ലെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇതു സംബന്ധമായി ആഭ്യന്തരമന്ത്രി പ്രിൻസ് മുഹമ്മദ് ബിൻ നായിഫ് ഉത്തരവിറക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുതിയ ഉത്തരവ് പ്രകാരം സൗദി പാസ്പോർട്ട് വിഭാഗം വെബ്സൈറ്റായ www.passportvisa.com ചേർത്തിട്ടുള്ള വിവരങ്ങൾ ഔദ്യോഗിക രേഖയായി അംഗീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. പാസ്പോർട്ട് നടപടിക്രമങ്ങൾ കുറ്റമറ്റതും ഈ സർവീസിലൂടെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുന്നതിന്റെയും ഭാഗമായാണ് പുതിയ നടപടി. ഇതോടെ എക്സിറ്റ് റീ എൻട്രി പ്രിന്റ് പേപ്പർ നഷ്ടപ്പെടുന്നത് മൂലമുണ്ടായിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാകും. മുഖ്യമായും ദീർഘനാളത്തെ അവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് മടങ്ങുന്ന കുടുംബങ്ങളാണ് എക്സിറ്റ് റീ എൻട്രി പ്രിന്റ് നഷ്ടപ്പെട്ടതുമൂലം ഏറെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നത്. സൗദി പാസ്പോർട്ട് വിഭാഗം ആരംഭിച്ച അബ്ഷിർ ഈ സേവനങ്ങൾ ഇതിനകം തന്നെ സ്വദേശികൾക്കും വിദേശികൾക്കും ഏറെ ആശ്വാസം പകരുന്നതാണ്. അബ്ഷിർ സംവിധാനത്തിലൂടെ പാസ്പോർട്ട് ഓഫീസുകളിൽ പോകാതെ തന്നെ ഇഖാമ പുതുക്കാനും എക്സിറ്റ് റീ എൻട്രി വിസകളും മറ്റും ഇഷ്യൂ ചെയ്യാനും സാധിക്കും. മീഡിയ 1 റിയാദ്. ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള തീരുമാനം വിദേശ ടൂറിസം സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്ന് ഹജ്ജ് മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഹാത്തിം ഖാദി പറഞ്ഞു. ടൂറിസം സ്ഥാപനങ്ങളെ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കി യാതൊരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല. മത്താഫ് വികസനത്തെ തുടർന്നാണ് ഈ വർഷം വിദേശ ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം 20% കുറയ്ക്കാൻ തീരുമാനിച്ചത്. മുഴുവൻ ടൂറിസം കമ്പനികളെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം സ്ഥാപനങ്ങൾക്ക് ഹാജിമാരെ താമസിപ്പിക്കുന്നതിന് കെട്ടിടം വാടകയ്ക്കെടുക്കുന്നതിന് നേരത്തെ നിശ്ചയിച്ച സമയപരിധി ആഗസ്റ്റ് 27 ആയിരുന്നു. ഇത് സെപ്റ്റംബർ 3 വരെ നീട്ടി ഹജ്ജ് മന്ത്രി ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ വർഷം 1500ഓളം വിദേശ ടൂറിസം സ്ഥാപനങ്ങൾ വഴി തീർത്ഥാടകരെത്തും. താമസ കെട്ടിടം വാടകയ്ക്കെടുക്കലും മുത്തുവഫ് സ്ഥാപനവുമായുള്ള കരാർ ഒപ്പുവെക്കലും പൂർത്തിയായ ശേഷമേ ടൂറിസം സ്ഥാപനങ്ങൾക്ക് ഹജ്ജ് വിസകൾ നൽകി തുടങ്ങുകയുള്ളൂ. ടൂറിസം കമ്പനികളുടെ സേവനങ്ങളെ ഹജ്ജ് മന്ത്രാലയം നിരീക്ഷിക്കും.
സേവനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകരിൽ നിന്ന് കമ്പനിക്കെതിരെ പരാതി ലഭിക്കുകയും അത് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ കമ്പനിക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. അതേസമയം വിവിധ രാജ്യങ്ങളിലെ ടൂറിസം സ്ഥാപനങ്ങൾക്ക് കീഴിൽ മക്കയിലും മദീനയിലും തീർത്ഥാടകരെ താമസിപ്പിക്കുന്ന കെട്ടിടങ്ങൾ വാടകയ്ക്കെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. വൻകിട പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിനാൽ ഹറമിനടുത്ത് സ്ഥലങ്ങളിൽ താമസസ്ഥലം ലഭിക്കാൻ പല കമ്പനികളും പാടുപെടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടൂറിസം സ്ഥാപനങ്ങൾ ഹാജിമാർക്ക് താമസ കെട്ടിടങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ മുത്തുവഖഫ് സ്ഥാപനങ്ങൾ ഇടപെടാറില്ലെന്നും താമസകരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്യാറുള്ളതെന്നും മുത്തുവഖഫ് സ്ഥാപന കോർഡിനേഷൻ അധികൃതർ പറഞ്ഞു. താമസ സംബന്ധമായി തീർത്ഥാടകരിൽ നിന്ന് വല്ല പരാതിയും ലഭിച്ചാൽ അതുടനെ ഹജ്ജ് മന്ത്രാലയത്തിന് കൈമാറുമെന്നും മുത്തുവഖഫ് അധികൃതർ പറഞ്ഞു. മീഡിയ 1 റിയാദ്. ആഡംബര ഹജ്ജ് സംഘങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കുവൈത്ത് ഇസ്ലാമിക് കോളേജ് മുൻ ഡീൻ മുഹമ്മദ് അൽ തബ്തആയി രംഗത്ത് വന്നു. മത്സരങ്ങൾ ഏറെയുള്ള വ്യവസായമായി ഹജ്ജ് തീർത്ഥാടനം മാറിയെന്നും ആഡംബരത്തിന് പിറകെ പോകുന്നവർ ഹജ്ജിന്റെ വിശുദ്ധി നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൗദി തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച വേതന സംരക്ഷണ നിയമം രാജ്യത്തെ വൻ കമ്പനികൾ ഉടൻ നടപ്പാക്കണമെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ പരിശോധനാ വിഭാഗം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അബു സുനൈൻ നിർദ്ദേശിച്ചു. നിയമം പ്രാബല്യത്തിൽ വരുന്ന സെപ്റ്റംബർ 1 മുതൽ മന്ത്രാലയ പ്രതിനിധികൾ പരിശോധന ആരംഭിക്കുമെന്നും തൊഴിൽ മന്ത്രി കൂട്ടിച്ചേർത്തു. UAE-യിലെ റെസ്റ്റോറന്റുകളിലും ഫുഡ് ഔട്ട്ലെറ്റുകളിലും കുപ്പിവെള്ളത്തിന് അന്യായ വില ഈടാക്കുന്നതായി റിപ്പോർട്ട്. 1 ദിർഹം വരുന്ന കുപ്പിവെള്ളത്തിന് 8 മുതൽ 20 ദിർഹം വരെയാണ് ഈടാക്കുന്നത്. 500 മില്ലി ലിറ്ററിന്റെ കുപ്പിവെള്ളത്തിന് 20 ദിർഹം വിലയെന്നത് ഭാവിയിലെ കാര്യമല്ല. ഇപ്പോൾ UAE-യിലെ പല റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും കുപ്പിവെള്ളം വിൽക്കുന്നത് ഈ വിലക്കാണ്. സ്ഥാപനം നിൽക്കുന്ന സ്ഥലം, വാടക തുടങ്ങി വിവിധ കാരണങ്ങളുണ്ട് കുപ്പിവെള്ളത്തിന് അധിക വിലയെടുക്കുന്നതിന് പിന്നിൽ. വിവിധ സ്ഥാപനങ്ങളിലെ വിലയിലുള്ള ഈ വലിയ വ്യത്യാസം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സാമ്പത്തികകാര്യ മന്ത്രാലയത്തിന്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ ഹാഷിം അൽ നുഐമി വ്യക്തമാക്കി. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പരാതിയാണ് ഈ വില വ്യത്യാസത്തിനെതിരെ ഉയരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ ജല ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസത്തെ നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും 1 വർഷത്തെ ക്യാമ്പയിനും മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉപഭോക്താവിന്റെ അവകാശം സംരക്ഷിക്കാൻ ഇതിന്റെ ഭാഗമായി പ്രത്യേകം മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും പരാതികൾ അറിയിക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. കുവൈത്തിൽ 40,000-ലധികം വിദേശികൾ അവിഹിത മാർഗങ്ങളിലൂടെ ലൈസൻസ് സമ്പാദിച്ചതായി ഗതാഗത വകുപ്പ്. ഇത്തരം ലൈസൻസുകൾ കൈവശമുള്ളവർ എത്രയും വേഗം തിരിച്ചേൽപ്പിക്കണമെന്നും പിടിക്കപ്പെട്ടാൽ നാടുകടത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. 40,000-ലധികം വിദേശികൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ലൈസൻസ് നേടിയതായാണ് ട്രാഫിക് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം ലൈസൻസുകൾ അസാധുവാക്കാൻ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചതായി ട്രാഫിക് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുൽ ഫത്താഹ് അലി അറിയിച്ചു. ഇതുവരെ 1200ഓളം ലൈസൻസുകൾ ഇത്തരത്തിൽ അസാധുവാക്കപ്പെട്ടതായി വെളിപ്പെടുത്തിയ അദ്ദേഹം മാനദണ്ഡങ്ങൾ പാലിക്കാതെ നേടിയെടുത്ത ലൈസൻസുകൾ ട്രാഫിക് ഓഫീസുകളിൽ തിരിച്ചേൽപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം നാടുകടത്തലിന് വിധേയരാകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇത്തരം ലൈസൻസുകളുമായി വാഹനമോടിക്കവേ അപകടത്തിൽപ്പെട്ടാൽ ലൈസൻസ് കൂടാതെ വാഹനമോടിച്ചതായി കണക്കാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാസ്തു ഉപയോഗിച്ച് ലൈസൻസ് നേടിയ വിദേശികളിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നതായി സൂചനയുണ്ട്. ലൈസൻസ് തിരിച്ചു നൽകാൻ ചെന്നാൽ നാടുകടത്തിയേക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരും പ്രവാസികൾക്കിടയിലുണ്ട്. അതേസമയം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ശക്തമായ ഗതാഗത പരിശോധനകൾ തുടരുകയാണ്. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതും പാതയോരങ്ങളിൽ വിൽപ്പനക്ക് വെച്ചതുമായ നിരവധി വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. മീഡിയ 1, കുവൈത്ത്. ചരക്ക് ഗതാഗത രംഗത്ത് ഒമാനും ഇറാനും സഹകരണം ശക്തമാക്കുന്നു. ഇറാൻ തീരത്തേക്ക് ചരക്ക് ഗതാഗതം സുഗമമാക്കുന്ന വടക്ക് തെക്ക് റെയിൽവേ ഇടനാഴി അത്യാവശ്യമാണെന്ന് ഇരു രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസിനൊപ്പം ഇറാനിലെത്തിയ ഒമാൻ വിദേശകാര്യമന്ത്രി യൂസഫ് ബിൻ അലാവിയും ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വടക്ക് തെക്ക് റെയിൽവേ ഇടനാഴി വീണ്ടും സജീവ ചർച്ചയായത്. മധ്യേഷ്യയും അറേബ്യൻ ഗൾഫും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖലയാണ് ഈ ഇടനാഴി. കസാക്കിസ്ഥാനിലെ ഊസനിൽ നിന്ന് ആരംഭിച്ച് ഇറാനിലെ ഗോർജനിൽ അവസാനിക്കുന്നതാണ് പദ്ധതി. റെയിൽവേ ശൃംഖല യാഥാർത്ഥ്യമായാൽ ഖസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ഇറാന് ശക്തമായ വാണിജ്യബന്ധം സ്ഥാപിക്കാനാകും. ഇതിൻ്റെ നിർമ്മാണ ജോലികൾക്ക് ഇറാൻ കഴിഞ്ഞ മെയ് മാസം തുടക്കമിട്ടിരുന്നു. 900 കിലോമീറ്റർ റെയിൽവേ പൂർത്തിയായാൽ വർഷം 5 ദശലക്ഷം മുതൽ 12 ദശലക്ഷം ടൺ വരെ ചരക്ക് കൈമാറ്റം ചെയ്യാനാകും. വിവിധ മേഖലകളിൽ ഇറാനും ഒമാനും തമ്മിൽ തുടരുന്ന സഹകരണം കൂടുതൽ ശക്തമാക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. വാണിജ്യം, പ്രകൃതിവാതകം, ഊർജം എന്നീ മേഖലകളിലാണ് ഇറാൻ ഒമാൻ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.
ഇസ്രായേൽ പോലീസിന്റെ ആക്രമണത്തിൽ 3 ഫലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. 15 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. ഇന്ന് പുലർച്ചെയാണ് ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ കൊലന്തിയ അഭയാർത്ഥി ക്യാമ്പാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ക്യാമ്പിൽ റെയ്ഡിനെത്തിയ ഇസ്രായേൽ പോലീസ് പ്രതിഷേധിച്ചവർക്ക് നേരെ വിവേചനരഹിതമായി വെടിവെക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. റബ്ബർ പൊതിഞ്ഞ സ്റ്റീൽ വെടിയുണ്ടകളാണ് ഇസ്രായേൽ പോലീസ് ഉപയോഗിച്ചതെന്നും ആക്രമണത്തിനിരയായവരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ അറിയിച്ചു. എന്നാൽ തീവ്രവാദികൾക്കായി തെരച്ചിൽ നടത്തുന്നവരെ ആക്രമിക്കാൻ ശ്രമിച്ച ഫലസ്തീനികളെയാണ് വെടിവെച്ചതെന്ന് ഇസ്രായേൽ പോലീസ് വക്താവ് വിശദീകരിച്ചു. പോലീസുകാർക്ക് നേരെ പ്രകടനക്കാർ പെട്രോൾ ബോംബെറിഞ്ഞതായും ആരോപണമുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹവുമായി ഫലസ്തീനികൾ പ്രകടനം നടത്തി. അതിനിടെ 1500 പുതിയ അനധികൃത നിർമ്മാണത്തിനു കൂടി ഇസ്രായേൽ അനുമതി നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഗസയിൽ $1 മില്യൺ സേവന പദ്ധതികളുമായി ഖത്തർ റെഡ് ക്രസന്റ് രംഗത്ത്. വിദ്യാഭ്യാസം, സേവനം എന്നീ മേഖലകളിൽ 27 പദ്ധതികളാണ് ഇതിനകം നടപ്പിലാക്കിയത്. ഖത്തർ റെഡ് ക്രസന്റ്, അൽ ഫഖൂറ, ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെ ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. വിദ്യാഭ്യാസം, സേവനം എന്നീ മേഖലകളിൽ നടപ്പാക്കിയ പദ്ധതികളിൽ 17 അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഖത്തർ റെഡ് ക്രസന്റ് സഹായം ഗസ നിവാസികളിൽ ഗുണപരമായ മാറ്റങ്ങളുണ്ടാക്കിയെന്ന് ഗസയിലെ ഒഫ്താൽമിക് ഹോസ്പിറ്റൽ ഡയറക്ടർ സലാം സൊബാഹ് പറഞ്ഞു. പുതിയ പദ്ധതികൾ വന്നതോടെ അത്യാവശ്യം വേണ്ടിയിരുന്ന ശസ്ത്രക്രിയകളിൽ 90% പരിഹരിക്കാനായതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചികിത്സ വൈകിയാൽ മരണം വരെ സംഭവിക്കാവുന്ന പല കേസുകളിലും രക്ഷ നേടാനായത് ഖത്തർ നൽകിയ ധനസഹായം കാരണമാണെന്ന് സലാം സൊബാഹ് വ്യക്തമാക്കി. ഇസ്രായേലിലെ റോക്കറ്റ് ആക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും പരിക്കേറ്റവരായിരുന്നു ഇവരിൽ ഭൂരിഭാഗം പേരും. റമീസ് ചാത്തിയാറ, മീഡിയ 1, ഖത്തർ. വാർത്തകളിലേക്ക് വീണ്ടും. തൊഴിൽ സംബന്ധമായ വിഷാദരോഗം ഹൃദയാഘാതത്തിന് കാരണമാകുന്നുവെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ സീനിയർ മനഃശാസ്ത്രജ്ഞ ഡോക്ടർ സുഹൈല ഗുലൂം പറയുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് വിഷാദരോഗത്തിന് കാരണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. തൊഴിലിടത്തെ മോശം പെരുമാറ്റം, ജോലി പൂർത്തീകരിക്കുന്നതിലെ സുരക്ഷിതത്വമില്ലായ്മ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം. കുവൈറ്റ് സ്വദേശിയെ ഫിലിപ്പീനിൽ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. 40-കാരനായ പ്രമുഖ വ്യവസായിയെയാണ് തട്ടിക്കൊണ്ടുപോയത്. മോചനദ്രവ്യമായി $5 ലക്ഷം അക്രമി സംഘം ആവശ്യപ്പെട്ടതായി കുവൈറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ ഫോറം മാധ്യമ അവാർഡിനുള്ള എൻട്രികൾ ക്ഷണിച്ചു. 2012 ജനുവരി മുതൽ 2013 ജൂലൈ 31 വരെ കാലയളവിൽ പ്രസിദ്ധീകരിച്ചതോ സംപ്രേഷണം ചെയ്തതോ ആയ വാർത്താ, പരമ്പര, ഫീച്ചർ എന്നിവയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. 25,000 രൂപയും പ്രശസ്തിപത്രവുമാണ് വിജയികൾക്ക് ലഭിക്കുക. സെപ്റ്റംബർ 30 അവസാന തീയതി. ഖത്തർ പൗരന്മാരുടെ തൊഴിൽ സംസ്കാരം പരിഷ്കരിക്കണമെന്ന് പെർമനന്റ് പോപ്പുലേഷൻ കമ്മിറ്റിയുടെ പഠനം. നിർമ്മാണം, കാർഷികം, വ്യാപാരം തുടങ്ങിയ ഉൽപ്പാദന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പഠനം നിർദ്ദേശിക്കുന്നു. സ്വകാര്യ മേഖലയിലെ തൊഴിലുകളോടുള്ള ഖത്തരി ആഭിമുഖ്യം എന്ന തലക്കെട്ടിലാണ് പഠനം സംഘടിപ്പിച്ചത്. പ്രവാസി മലയാളികൾക്കായി കുവൈറ്റിൽ നീന്തൽ മത്സരം സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 30 വെള്ളിയാഴ്ച വൈകിട്ട് കുവൈറ്റ് സ്പോർട്ടിംഗ് ക്ലബ്ബിലാണ് മത്സരം. 25 മീറ്റർ ഫ്രീ സ്റ്റൈൽ, ബാക്ക് സ്ട്രോക്ക്, 4x25 മീറ്റർ റിലേ എന്നീ ഇനങ്ങളിൽ ഫഹാഹിൽ, അബ്ബാസിയ, ഫർവാനിയ, സാൽമിയ എന്നീ 4 സോണുകൾ തമ്മിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ youth-india-kuwait.com എന്ന വെബ്സൈറ്റിലൂടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് സംഘാടകരായ യൂത്ത് ഇന്ത്യ ഭാരവാഹികൾ അറിയിച്ചു. കുവൈത്തിൽ കഴിഞ്ഞയാഴ്ച മരിച്ച തമിഴ്നാട് നാഗർകോവിൽ സ്വദേശി കിങ്സ്ലിയുടെ മരണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ അബ്ദുള്ള നിർദ്ദേശം നൽകി. മുബാറക് അൽ അക്ബീർ ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം ടെക്നീഷ്യനായിരുന്ന കിങ്സ്ലിയെ ഈ മാസം 21 ആശുപത്രിയുടെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മയക്കുമരുന്ന് കുത്തിവെച്ചാണ് മരണമെന്നായിരുന്നു ആദ്യ നിഗമനമെങ്കിലും ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതിന്റെ കാരണം അവ്യക്തമാണ്. കാറിൽ പെട്രോളിന് പകരം ഡീസൽ നിറച്ച പെട്രോൾ സ്റ്റേഷന് വൻ തുക പിഴ. ഒമാനിലെ സൊഹാറിലെ പെട്രോൾ ബങ്കിനാണ് 2500 റിയാൽ പിഴ ലഭിച്ചത്. രാജ്യത്തെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടേതാണ് വിധി. പിഴ അടയ്ക്കുന്നതിന് പുറമെ കാറിന്റെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ചെലവും പെട്രോൾ സ്റ്റേഷൻ വഹിക്കണം. പരാതിക്കാരന്റെയും എണ്ണ കമ്പനിയുടെയും പേര് അതോറിറ്റി പുറത്തുവിട്ടില്ല. ദുബൈ നഗരത്തിലെ വൃത്തിയും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 18 ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് ദുബൈ മുനിസിപ്പാലിറ്റി അന്ത്യശാസനം നൽകി. പാതി വഴിയിൽ പണി നിർത്തിയതും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതുമായ കെട്ടിടങ്ങൾക്കെതിരെയാണ് നടപടി. അൽ ബർഷ, അൽ വർഖ, അൽ ഖവാനിജ്, അൽ ഖുസൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വൃത്തിയും സൗന്ദര്യവും മുഖമുദ്രയായ ദുബൈയിൽ ഇത്തരം കെട്ടിടങ്ങൾ ഏറ്റെടുക്കാൻ ഉടമസ്ഥർ തയ്യാറായില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി. ഒമാനിലെ ഇബ്രയിൽ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ച 6 പേർ അറസ്റ്റിലായി. ബാങ്ക് മസ്കറ്റിന്റെ അൽ ഹയാൽ ശാഖയാണ്
കൊള്ളയടിക്കാൻ ശ്രമിച്ചത്. ബാങ്കിന്റെ ചില്ല് തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാക്കൾ പോലീസ് എത്തുന്നത് കണ്ട് വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ പിന്നീട് മസ്കറ്റ്, ബുറൈമി, മുസ്തന്ന എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് പിടികൂടി.